Greetings in the name of our Lord and Savior Jesus Christ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ അതുല്യ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. A few weeks back I was sharing on the kingdom of God. കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ ദൈവരാജ്യത്തെക്കുറിച്ച് ഇവിടെ പങ്കുവയ്ക്കുകയുണ്ടായി. Jesus came saying the kingdom of God is near. കർത്താവ് ഇവിടെ വന്ന് ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ പറഞ്ഞത് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. And we saw that from Genesis to Revelation the theme of the kingdom is seen. ഈ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നമ്മൾ ഈ ദൈവരാജ്യം എന്ന് പറയുന്ന ഒരു വിഷയം വളരെ മുഖ്യമായ ഒന്ന് തന്നെയായിട്ട് കാണുന്നു. One of the main priorities of Jesus' teaching was the teaching of the kingdom. ദൈവരാജ്യം എന്ന വിഷയമായിരുന്നു കർത്താവിൻ്റെ ഏറ്റവും വലിയ ഒരു പഠിപ്പിക്കലും കൂടിയായിരുന്നു. And we saw that the kingdom of God is actually the reign of Jesus in our hearts as Lord. അതുപോലെ തന്നെ ദൈവരാജ്യം എന്ന് പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ യേശു കർത്താവായിരിക്കുമ്പോൾ ആകുന്നു ദൈവരാജ്യം നമ്മുടെ ഉള്ളിൽ ഉള്ളത് എന്നും നമ്മൾ പഠിച്ചു. And as we allow him to become Lord, the kingdom advances. അതുപോലെ കർത്താവിനെ നമ്മൾ യേശുവിനെ നമ്മൾ കർത്താവായിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ ദൈവരാജ്യം എന്ന യാത്രയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. It is present in our midst, but it will be complete when he comes back again. ഇപ്പോൾ അത് നമ്മുടെ മധ്യത്തിലുണ്ട്, പക്ഷെ അത് പൂർണ്ണമായിട്ടും അത് വെളിപ്പെട്ട് വരുന്നത് കർത്താവിൻ്റെ രണ്ടാം വരവോടുകൂടി ആയിരിക്കും. And so even as Pastor Tibi, when he came during the time of worship and he said, the keys of the kingdom are for those who desire the revelation, who receive revelation. എന്ന് പാസ്റ്റർ ടി ബി ആരാധനയുടെ മധ്യത്തിൽ വന്ന് പറഞ്ഞു, ആരാധനയെ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി സ്വർഗരാജ്യത്തിൻ്റെ താൽക്കോൽ നൽകപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. I pray today that we will have a greater revelation of the kingdom so we may operate with the keys. അതെ, വെളിപ്പാടുള്ളവർക്കാകുന്നു ഈ ദൈവരാജ്യത്തിന്റെ താക്കോൽ നൽകപ്പെട്ടിരിക്കുന്നത്. നമ്മൾ അതിനുവേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. Let's pray. നമുക്ക് പ്രാർത്ഥിക്കാം. Abba Father, Lord, I just commit every word that I speak into your hand. ദൈവമേ, ഞാൻ ഇന്ന് പറയുന്ന ഓരോ വാക്കും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. Holy Spirit, speak through me. പരിശുദ്ധാത്മാവേ, എന്നിലൂടെ നീ സംസാരിച്ചാട്ടെ. You know what everyone needs to hear. നിനക്കറിയാം ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തർക്കും കേൾക്കേണ്ടത് എന്താകുന്നു എന്നുള്ളത്. I pray as they hear this message that they will understand how to operate the keys of the kingdom. ഞാനിവിടെ പ്രാർത്ഥിക്കുന്നു, ഈ മെസ്സേജ് കേൾക്കുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവിടെ ഓരോരുത്തരും ദൈവരാജ്യത്തിൻ്റെ താക്കോൽ കൂടിയിൽ പ്രവർത്തിക്കുവാനുള്ള ഒരു തുടക്കമായിരിക്കട്ടെ. I pray that no one will go back the same. ഞാൻ പ്രാർത്ഥിക്കുന്നു, ആരും വന്നതുപോലെ തിരിച്ചു പോകരുത് എന്നുള്ളത്. And that they will know that they are children, the sons and daughters of the kingdom of God. ദൈവരാജ്യത്തിൽ പുത്രന്മാരും പുത്രിമാരുമാണ് എന്ന വെളിപ്പാടിൽ അവർ തിരിച്ചു പോകട്ടെ. Amen. Amen. So today I'm sharing on standing firm in the kingdom. അപ്പോൾ ഇന്ന് ഞാനിവിടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ദൂത് ദൈവരാജ്യത്തിൽ എങ്ങനെ ഉറപ്പോടെ നിൽക്കാം എന്നുള്ളതാകുന്നു. So to start with, we know that there are two kingdoms, the kingdom of God and the kingdom or domain of darkness or the kingdom of Satan. നമ്മൾക്ക് ഇങ്ങനെ തുടങ്ങാം. രണ്ട് രാജ്യങ്ങളുണ്ട്. ഒന്ന് ഇരുട്ടിൻ്റെ രാജ്യം അഥവാ സാത്താൻ്റെ രാജ്യം, രണ്ടാമത് വെളിച്ചത്തിൻ്റെ രാജ്യം, ദൈവരാജ്യം എന്നുള്ളത്. Somewhere down we know that, but we don't live with the knowledge of that. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾക്കത് അറിയാം, പക്ഷേ നമ്മൾ അതിൽ ജീവിക്കുവാൻ പ്രയാസമാകുന്നു. Colossians chapter 1 verse 13 and 14 says, for he rescued us from the domain of darkness and transferred us to the kingdom of his beloved Son, in whom we have redemption, the forgiveness of sins. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1:13-14 നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന്. Even in the Old Testament the kingdoms are revealed. Take the verse Isaiah 9 verse 1 and 2. പഴയ നിയമത്തിലാണെങ്കിൽ പോലും ഈ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ ഉണ്ടായിരുന്നു. യെശയ്യാവിന്റെ പുസ്തകം 9:1-2 വാക്യങ്ങൾ കാണുന്നു. But there will be no gloom for her who was in anguish. In earlier times he treated the land of Zebulun and the land of Naphtali with contempt. But later on he will make it glorious by the way of the sea on the other side of the Jordan, Galilee of the Gentiles. The people who walk in darkness will see a great light. എന്നാൽ കഷ്ടതയിലിരുന്ന ദേശത്തിന് തിമിരം നിൽക്കയില്ല. പണ്ട് അവൻ സെബൂലൻ ദേശത്തിനും നഫ്താലി ദേശത്തിനും ഹീനത വരുത്തിയെങ്കിലും പിന്നത്തേതിൽ അവൻ കടൽ വഴിയായി യോർദാൻ അക്കരെയുള്ള ജാതികളുടെ മണ്ഡലത്തിന് മഹത്വം വരുത്തും. ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അന്ധതമസ്സുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. So the people who were in darkness, they saw a light. Those who live in a dark land,
the light will shine on them. It's talking about Jesus. അപ്പോൾ ഇരുട്ടിലായിരുന്നവർ വെളിച്ചത്തിൽ പ്രവേശിച്ചു. ഇരുട്ടായ ദേശത്തിൽ താമസിച്ചവരുടെ അടുത്തേക്ക് വെളിച്ചം വന്നു. ഇന്ന് യേശുവിനെ കുറിച്ചാകുന്നു ഇത് പറയുന്നത്. In Matthew 4:15, this same verse is quoted. It starts in the beginning of Jesus' ministry. He leaves Nazareth and goes to Capernaum, which comes under Zebulun and Naphtali. അപ്പോൾ മത്തായിയുടെ സുവിശേഷം 4:15 ഇത് തന്നെ പറഞ്ഞിരിക്കുന്നു. യേശു തൻ്റെ ശുശ്രൂഷയുടെ ആരംഭകാലത്ത് ഈ സെബുലൻ ദേശത്തുള്ള സ്ഥലം വിട്ടിട്ട് എങ്ങനെ നഫ്താലി പ്രദേശത്തേക്ക് കടന്നു എന്നുള്ളത്. So the word of God talks about these two kingdoms. അപ്പോൾ ഈ രണ്ട് രാജ്യത്തെക്കുറിച്ചാകുന്നു ദൈവവചനം പറയുന്നത്. Ephesians chapter 2 verses 1 and 2 says, "And you were dead in your offenses and sins, in which you previously walked according to the course of this world, according to the prince of the power of the air, of the spirit that is now working in the sons of disobedience." എഫേസ്യർ 2:1-2 ഇങ്ങനെ വായിക്കുന്നു. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അന്ധകാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. That word prince is the word ruler. Its Greek word is archon, which is used for the archbishop, archangel. So he's the ruler. ഈ അധിപതി എന്നുള്ളത് ഒരു ആർച്ച് എന്ന് പറഞ്ഞ ഒരു വാക്കിൽ നിന്നാണ് വരുന്നത്. ഒരു അധികാരി, ഒരു ഭരിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ. So there is a prince of the power of this air. That air is the atmosphere around us. So we know that Satan is the prince of the power around us. അപ്പോൾ നമ്മളുടെ ഈ ചുറ്റുമുള്ള വായുവിൻ്റെ മേലിൽ ഒരു അധികാരി ഉണ്ട്. അത് സാത്താനാകുന്നു ഇതിൻ്റെ ചുറ്റുമുള്ള ഈ ഒരു വായുവിൻ്റെ മേൽ അധികാരം കർത്തൃത്വം നടത്തുന്നവൻ എന്നുള്ളത്. Satan has a power on the earth. But when we were born again, we were taken from the clutches of his hands, and now we are free and we are children of light. അപ്പോൾ ഈ ഭൂമിയുടെ മേൽ സാത്താൻ ഒരു ശക്തിയുണ്ട്. പക്ഷെ എപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ടുവോ അവൻ്റെ ആ പിടിയിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തി. Are we happy about it? You don't look happy about it. Just imagine, that's the situation it was. The prince of this air was Satan, and the Lord just grabbed us out and brought us into the kingdom of light. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ അന്തരീക്ഷത്തെ ഭരിച്ചിരുന്ന, കർത്തൃത്വം നടത്തിയിരുന്ന സാത്താന്റെ പിടിയിൽ നിന്നാവുന്നു കർത്താവ് നമ്മളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. So I'm just going to talk about the spirit realm for you to understand more about the kingdoms. അപ്പോൾ ഞാൻ ഈ ഒരു ആത്മീക തലങ്ങളെക്കുറിച്ച് പറയുന്നത് ഈ രണ്ട് ദൈവരാജ്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതിനാകുന്നു. 2 Corinthians chapter 12 verse 2 says, "I know a man in Christ," Paul is writing this, "who 14 years ago, whether in the body I do not know or out of the body I do not know, God knows, such a man was caught up in the third heaven." പൗലോസ് ഇങ്ങനെ 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ 12:2 ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അവൻ 14 സംവത്സരം മുമ്പേ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെ എന്ന് ഞാൻ അറിയുന്നില്ല, ശരീരം കൂടാതെയോ എന്നും അറിയുന്നില്ല, ദൈവം അറിയുന്നു. So if there is a third heaven, there must be a first and second heaven. അപ്പോൾ 3-ാം സ്വർഗം എന്ന് ഒന്നുണ്ടെങ്കിൽ അവിടെ 2-ാം സ്വർഗവും 1-ാം സ്വർഗവും കാണണം. This is something that Paul wrote. ഇതാകുന്നു പൗലോസ് എഴുതിയിരുന്നത്. So the first heaven is considered to be the firmament, the atmosphere around us. 1-ാം സ്വർഗം എന്ന് പറയുന്നത് നമ്മുടെ ഈ ചുറ്റുമുള്ള ഈ അന്തരീക്ഷം, ഈ ആകാശവിധാനം അതൊക്കെയാണ്. Satan is the prince of this atmosphere. ഈ ഒരു അന്തരീക്ഷത്തിന്റെ ഒരു പ്രഭു എന്ന് പറയുന്നത് സാത്താനാകുന്നു. The second heaven is thought to be the heavenlies. 2-ാമത്തെ സ്വർഗം എന്ന് പറയുന്നത് അതിനും അപ്പുറമുള്ളതാകുന്നു. Beyond where the celestial bodies are. ഈ ആകാശഗോളം എന്ന് പറയുന്ന സൂര്യൻ ചന്ദ്രൻ ഒക്കെ ഉള്ള സ്ഥലം. And the third heaven is the abode of God the Father. 3-ാം സ്വർഗം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വാസസ്ഥലമാകുന്നു. So Satan fell from heaven, and it is symbolically described in Isaiah 14:12-14 and Ezekiel 28:12-18. അപ്പോൾ സ്വർഗത്തിൽ നിന്നുള്ള സാത്താൻ നിലം പതിച്ചതിനെ കുറിച്ച് യെശയ്യാവ് 14:12-14 അതുപോലെ എസെക്കിയേലിന്റെ 28 പറയുന്നുണ്ട്. Ezekiel 28 verses 14 and 15 says, "You were the anointed cherub who covers, and I placed you there. You were on the holy mountain of God. You walked in the midst of stones of fire. You were blameless in your ways from the day you were created until unrighteousness was found in you." എസെക്കിയേൽ 28:14-15 വാക്യങ്ങൾ, "നീ ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂബാകുന്നു. ഞാൻ നിന്നെ വിശുദ്ധ പർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ സഞ്ചരിച്ചു പോന്നു.
നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. And later on it describes the fall of Lucifer. അത് കഴിഞ്ഞിട്ട് ഈ ലൂസിഫറിന്റെ പതനത്തെക്കുറിച്ച് ഇതിൽ പറഞ്ഞിരിക്കുന്നു. Lucifer was one of the chief angels in heaven, gifted and beautiful. ഈ സ്വർഗത്തിലെ ദൂതന്മാരുടെ കൂട്ടത്തിൽ മുഖ്യനായ ഒരാളായിരുന്നു ലൂസിഫർ. ജ്ഞാനസമ്പൂർണനും സൗന്ദര്യ സമ്പൂർണനുമുള്ള ഒരു ദൂതനായിരുന്നു. And he became proud and desired worship that only God deserves. താൻ നിഗളിച്ചു, ദൈവത്തിന് മാത്രം അർഹതപ്പെട്ടിരുന്ന ആരാധനയെ താൻ കാംക്ഷിച്ചു. And then he fell from the third heaven. അങ്ങനെ മൂന്നാം സ്വർഗത്തിൽ നിന്ന് താൻ താഴോട്ട് നിലംപതിച്ചു. Jesus talks about seeing this in Luke chapter 10 verse 18. I saw Satan fall like lightning from heaven. When Satan fell through, he not only him, but he fell with thought to be 1/3 of angels. അപ്പോൾ ഈ ലൂക്കോസിന്റെ 10-ാം സുവിശേഷത്തിൽ നമ്മൾ യേശു ഇങ്ങനെ പറഞ്ഞായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു, സാത്താൻ മിന്നൽ പോലെ ആകാശത്തുനിന്ന് വീഴുന്നത് ഞാൻ കണ്ടു എന്നത്. അപ്പം യേശു അതിന് സാക്ഷിയായിരുന്നു. നമ്മൾ കരുതപ്പെടുന്നത് 1/3 ദൂതന്മാർ ഇങ്ങനെ ലൂസിഫറിന്റെ കൂടെ താഴെ വീണു എന്നുള്ളതാകുന്നു. Revelation 12:7 and 8 says, and there was war in heaven, Michael and his angels waging war with the dragon. The dragon and his angels waged war, and they did not prevail, and there was no longer a place found for them in heaven. വെളിപ്പാട് പുസ്തകത്തിൽ 12:7-8 വരെ ഇങ്ങനെ വായിക്കുന്നു, പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി, മിഖായേലും അവൻ്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി, തൻ്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി ജയിച്ചില്ലാതാനും, സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. So with that, the kingdom of darkness was established here. അങ്ങനെയാകുന്നു ഈ ഇരുട്ടിന്റെ രാജ്യം ഇവിടെ ഉറപ്പിച്ചത്. There is a hierarchy in that kingdom. ആ ഇരുട്ടിന്റെ രാജ്യത്തിന് ഒരു അധികാരക്രമമുണ്ട്. It is very well organized. അത് വളരെ നല്ല അടുക്കും ചിട്ടയോടും കൂടെ ഇരിക്കുന്നതാണ്. Ephesians chapter 6 verse 12 says, for our struggle is not against flesh and blood, but against the rulers, against the powers, against the world forces of this darkness, against the spiritual forces of wickedness in the heavenly places. എഫേസ്യൻസ് 6:12 എഴുതിയിരിക്കുന്നു, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. Tell your neighbor, my fight is not against flesh and blood. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞാട്ടെ, എൻ്റെ പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. Think of all the arguments you've had this last week and realize that my fight is not against flesh and blood. ഈ കഴിഞ്ഞ ആഴ്ച നമ്മൾ മറ്റുള്ളവരോട് വാദപ്രതിവാദങ്ങളൊക്കെ നടത്തി കാണും. അപ്പോൾ നമ്മൾ ഇപ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് പറഞ്ഞാട്ടെ, എൻ്റെ പോരാട്ടം ജഡരക്തങ്ങളോടല്ല എന്നുള്ളത്. Whether it's with your spouse or your children, remember your fight is not against flesh and blood. അത് ചിലപ്പോൾ നമ്മുടെ ഭാര്യയോട് ഭർത്താവിനോടെ ആയിരിക്കാം, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളോടായിരിക്കാം. അപ്പോഴും നമ്മൾ ഓർക്കണം, നമ്മുടെ പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല എന്നുള്ളത്. It is against rulers. That word is actually principalities also. അത് ശരിക്കും ആ പോരാട്ടം നമുക്കുള്ളത് വാഴ്ചകളോടാണ്. So there are 4 levels shown here: principalities, powers, world forces of darkness, spiritual forces of wickedness. ഇതിന്റെ ക്രമം 4ആയിട്ടാകുന്നു. 1 വാഴ്ചകൾ, 2 അധികാരങ്ങൾ, 3 അന്ധകാരത്തിന്റെ ലോകാധിപതികൾ, 4-മതായി ദുഷ്ടാത്മസേനകൾ. So the first is the principalities. They are the highest rank, and they are the rulers over the kingdom as a whole under Satan. അപ്പോൾ ആദ്യമുള്ളത് ഈ വാഴ്ചകൾ എന്നുള്ളതാകുന്നു. അവരാണ് മുഖ്യമായ അധികാരികൾ. ഈ ഒരു ഇരുട്ടിന്റെ രാജ്യത്തിന്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്നവരാകുന്നു ഇവർ. And there are powers or exousia below them. അത് കഴിഞ്ഞിട്ട് എക്സൂസിയ എന്ന അധികാരികളാകുന്നു. And then there are world forces. അത് കഴിഞ്ഞ് ലോകാധിപതികൾ. The term cosmocrator is the Greek word for world force. It means a powerful ruler or who has authority over a part of the world. ഈ ലോകാധിപതികൾ എന്ന് പറയുന്ന വാക്ക് വന്നിരിക്കുന്ന കോസ്മൈക്രേറ്റർ എന്ന് പറയുന്ന ഒരു പദത്തിൽ നിന്നാണ്. ലോകത്തിന്റെ മേൽ കർത്തൃത്വം നടത്തുന്ന കൂട്ടങ്ങൾ. And then there are spiritual forces of wickedness. അത് കഴിഞ്ഞ് ദുഷ്ടാത്മ സേനകളാകുന്നു. These are evil forces that act on the human level. ഇതാണ് മനുഷ്യരുടെ മേൽ പ്രവർത്തിക്കുന്ന ദുഷ്ടാത്മാക്കൾ. Jesus, when he was on the earth, he cast out demons. യേശു ഭൂമിയിലായിരുന്നപ്പോൾ താൻ ഭൂതങ്ങളെ പുറത്താക്കി. And he told us also to cast out demons. That is that level, the spiritual forces of wickedness. നമ്മളോടും താൻ കൽപ്പിച്ചു നമ്മൾക്കും ഭൂതങ്ങളെ പുറത്താക്കാനുള്ള അധികാരമുണ്ട് എന്നുള്ളത്. അതാകുന്നു ദുഷ്ടാത്മ സേന. I'll just talk about one level of in this dark kingdom of darkness we see in Daniel chapter 10.
നമ്മൾ ദാനിയേലിന്റെ പുസ്തകം 10-ാം അധ്യായത്തിൽ ഇങ്ങനെ ഒരു ക്രമത്തെക്കുറിച്ചൊക്കെ നമ്മൾ കാണുന്നുണ്ട്. Daniel was fasting for 21 days. He was abstaining from rich food and he was setting aside that time to pray. ദാനിയേൽ 21 ദിവസം ഉപവസിക്കുകയാണെന്നോ താൻ സ്വാദുഭോജനമൊക്കെ വർജിച്ചിട്ട് ദൈവത്തിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കാനിരിക്കുകയാണ്. And he sees a vision on the 21st day and he sees an angel. 21ാമത്തെ ദിവസം താൻ ഒരു ദർശനം കാണുകയാണ്. അവിടെ ഒരു ദൂതനെ കാണുന്നു. And the angel starts telling him about the things to come. അപ്പോൾ വരുവാനുള്ള കാര്യത്തെക്കുറിച്ച് ദാനിയേലിന് ഈ ദൂതൻ പറഞ്ഞു കൊടുക്കുന്നു. Then the angel says that he had heard his prayer on the first day itself. അപ്പോൾ ദൂതൻ ദാനിയേലിനോട് പറയുകയാണ് തൻ്റെ ഉപവാസത്തിന്റെ ആദ്യത്തെ ദിവസം തന്നെ തൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു എന്നുള്ളത്. Daniel 10:13 says, "But the prince of the kingdom of Persia was standing in my way for 21 days. Then behold, Michael, one of the chief princes, came to help me, for I had been left there with the kings of Persia." ദാനിയേൽ 10:13 ഇങ്ങനെ വായിക്കുന്നു, പാർസി രാജ്യത്തിന്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്തു നിന്നു. എങ്കിലും പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുത്തനായ മിഖായേൽ എന്നെ സഹായിപ്പാൻ വന്നു. അവനെ ഞാൻ പാർസി രാജാക്കന്മാരോട് കൂടെ അവിടെ വിട്ടേച്ചു. So when you pray, there are a lot of things happening there. നമ്മളിവിടെ പ്രാർത്ഥിക്കുമ്പോൾ പല കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നു. This is happening in the heavenlies, the second heaven. ഇത് രണ്ടാം സ്വർഗ്ഗത്തിൽ നടക്കുന്ന കാര്യമാകുന്നു. And so even if your prayer has not been answered, if it is according to the will of God, keep praying. അപ്പോൾ നമ്മളുടെ ചില പ്രാർത്ഥനകൾക്ക് ഉത്തരം നമ്മൾക്ക് ഇപ്പോൾ ലഭിക്കുന്നില്ല എങ്കിലും അത് ദൈവഹിത പ്രകാരമാണെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. There is no prayer that is in vain. ഒരു ഉറപ്പുമില്ലാതെ അല്ലെങ്കിൽ ഒരു ലാഭവുമില്ലാത്ത ഒരു പ്രാർത്ഥനയുമില്ല. But then because Daniel persisted, the angel could come and say, "Okay, this is what happened. Now I want to give you the message." അപ്പോൾ ദാനിയേൽ അത്ര ഉറപ്പോടെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്നത് കൊണ്ട് ദൂതൻ ഇവിടെ വന്നു ഉത്തരം കൊടുത്തു. Daniel is not involved in that warfare. ഈ ഒരു യുദ്ധത്തിൽ ദാനിയേൽ ഉൾപ്പെട്ടിരുന്നില്ല. All he has to do is seek God with prayer and fasting, and that weakens the things that happen in that realm. ദാനിയേൽ ചെയ്യേണ്ടിയിരുന്ന ഒരേ ഒരു കാര്യം താൻ ഉപവസിച്ചും പ്രാർത്ഥിച്ചും ദൈവത്തെ അന്വേഷിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാകുന്നു. അപ്പോൾ ആ സ്വർഗത്തിലെ ആ ശക്തികൾ ആകാശവിധാനത്തിലെ ശക്തികൾക്ക് ഒരു ക്ഷയം സംഭവിച്ചു. So I know there are a lot of people who probably kind of speak against the heavenlies and all that, but we have to understand what is our position, what is our authority. We should not take a step outside our authority. പലരും ഈ സ്വർഗങ്ങളെക്കുറിച്ചൊക്കെ പല കാര്യങ്ങളും സംസാരിക്കുന്നതായിട്ടൊക്കെ എനിക്കറിയാം. പക്ഷേ നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ അധികാരത്തിൽ അപ്പുറത്തുനിന്ന് നമ്മളൊന്നും ചെയ്യരുത്. When you lift up the name of Jesus in your home, there is authority that rises there. നമ്മൾ വീട്ടിലിരുന്ന് നമ്മൾ ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ യേശുവിന്റെ നാമം ഉയർത്തുമ്പോൾ അവിടെ യേശുവിന്റെ ഒരു അധികാരമുണ്ട്. When we come here, we've been coming here for a season. I think it's almost 200 days. Most days we come here from 7 to 9. It is creating an atmosphere where our prayer is rising up and the name of Jesus is being lifted up. നമ്മൾ 200-ലധികം ദിവസമായിട്ട് രാത്രിയിൽ ഇവിടെ 7 തൊട്ട് 9 മണി വരെ പ്രാർത്ഥിക്കുമ്പോൾ ഈ ദേശത്ത് നിന്ന് നമ്മൾ ആരാധിക്കുമ്പോൾ യേശുവിന്റെ നാമം ഉയർത്തുകയാണ്. So as a church, when we start standing for the kingdom, then the enemy will tremble. നമ്മൾ സഭയായിട്ട് കർത്താവിന് വേണ്ടി കർത്താവിന്റെ നാമം ഉയർത്തുമ്പോൾ അവിടെ പിശാചിന് ഒരു വിറയലുണ്ടാവും. So that's what Daniel did. അത് തന്നെയാണ് ദാനിയേൽ ചെയ്തതും. And then it goes on to say that the angel says that after strengthening Daniel, the angel has to go back and fight with the prince of Persia and later on with the prince of Greece. അപ്പോൾ ഈ ദാനിയേലിനെ ശക്തിപ്പെടുത്തിയിട്ട് ഈ ദൂതൻ പിന്നെ തിരിച്ച് പേർഷ്യയുടെയും ഗ്രീസിന്റെയും പ്രഭുക്കന്മാരുടെ മേൽ അല്ലെങ്കിൽ ദൂതന്മാരുടെ മേൽ യുദ്ധം ചെയ്യാനായിട്ട് പുറപ്പെടുകയാണ്. You know, at that time when Daniel was in that kingdom, Persia was ruling. അപ്പോൾ ഈ ദാനിയേൽ ഈ രാജ്യത്ത് ഉള്ള സമയത്ത് അവിടെ പേർഷ്യ ആയിരുന്നു ഈ ഇസ്രായേൽ ഭരിച്ചത്. And the next kingdom that would come was the Greek kingdom. So in the spirit realm, even though there are rulers here, there is a lot of things controlling in the heavenlies, which gives you the result. You see that result because of what is happening there. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ പേർഷ്യക്കാരുടെ ഭരണം കഴിഞ്ഞിട്ട് ഗ്രീക്കുകാരായിരുന്നു ഭരിക്കുവാൻ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാകാം നമ്മൾ ഇവിടെ ജീവിക്കുമ്പോൾ തന്നെ പല കാര്യങ്ങളും സ്വർഗ്ഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അവരുടെ പദ്ധതികൾ നടത്തപ്പെടാൻ വേണ്ടി പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. During the Second World War, God positioned intercessors all over Britain, to especially Rees Howells, to pray. He said that close all classes, just use all the time to pray.
രണ്ടാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടനിൽ ദൈവം അങ്ങനെ കുറേ ഇൻ്റർസസേഴ്സിനെ പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ട് ദൈവം ഒരുക്കി, റീസ് വെൽസിനെ പോലുള്ള ദൈവദാസന്മാരെ ഒരുക്കി പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ട്. God would tell them what is going to happen and they would pray accordingly. ദൈവം അവരോട് പറയും എങ്ങനെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതെന്ന്. അങ്ങനെ അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. And that is warfare. അതാണ് നമ്മളുടെ ഈ പോരാട്ടം എന്ന് പറയുന്നത്. As we raise our prayer. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ. So we saw those different, the hierarchy. And the hierarchy which we can deal with are the demons at the level of our land. We can cast out demons. The Lord has given us that authority. അപ്പോൾ ഇങ്ങനെയാവുന്നു ഈ പോരാട്ടം എന്നുള്ളത്. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അധികാരം എന്ന് പറയുന്നത് ഇവിടെ നാലാമത്തെ നമ്മൾ കണ്ട ആ ക്രമത്തിൽ കണ്ട ആ ഒരു ദുഷ്ടാത്മ സേനയോടാണ്. അതിന് നമ്മൾക്ക് അധികാരം തന്നിട്ടുണ്ട് അതിനെ പുറത്താക്കുവാൻ വേണ്ടിയിട്ട്. So you see there is an organization, there is in the kingdom of darkness, and the kingdom of darkness will try to stop God's purposes through us. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു രാജ്യത്തിൽ, ഇരുട്ടിൻ്റെ രാജ്യത്തിൽ ഒരു ക്രമമുണ്ട്. അവരുടെ പ്രധാന ഉദ്ദേശം ദൈവത്തിൻ്റെ ഹിതം ഇവിടെ നടത്തപ്പെടരുത് എന്നുള്ളതാകുന്നു. He will make you of the situation may be you may be offended by someone and then you say, okay, I'm not coming to church for 2 weeks, and that the kingdom of darkness is rejoicing. അത് എങ്ങനെയാണ് അവൻ്റെ പദ്ധതി എന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ നമ്മൾക്ക് ഒരാളോടൊരു ദേഷ്യം വന്നു കഴിഞ്ഞ് നമ്മൾ തീരുമാനം എടുക്കുകയാണ്, ഞാൻ 2 ആഴ്ചത്തേക്ക് ദൈവസഭയിൽ വരുന്നില്ല എന്നുള്ളത്. I don't want to walk with the others in my care cell. They are not understanding me. That's how the enemy divides us. നമ്മൾ തമ്മിൽ ഭിന്നത ഉണ്ടാക്കും. ഒരു കെയർ സെല്ലിൽ മറ്റുള്ളവർ എന്നെ മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു മാറി നിൽക്കുന്നു. ഇങ്ങനെയാണ് പിശാച് നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഇടയിൽ ഭിന്നത ഉണ്ടാക്കുന്നത്. These may be simple things, but these are the tactics that the enemy is using against us. ഇതൊക്കെ വളരെ ചെറുതായിട്ട് നമുക്ക് തോന്നാം, പക്ഷേ ഇങ്ങനെയുള്ള ചില ഉപായങ്ങളാണ് അവൻ ഈ ശത്രു നമ്മളുടെ നേരെ തൊടുക്കുന്നത്. So you know that since these kingdoms are there and that now we are in the kingdom of the light, we are in a battle. അപ്പോൾ നമ്മൾക്കറിയാം ഇവിടെ 2 രാജ്യമുണ്ട്, നമ്മൾ വെളിച്ചത്തിന്റെ രാജ്യത്തിലാകുന്നു എന്നുള്ളതും നമുക്ക് മനസ്സിലായി. We are in a battle. അതുപോലെ നമ്മൾ ഒരു പോരാട്ടത്തിലാണെന്ന് നമ്മൾ മനസ്സിലായി. You can't say I'm happy, I'm saved, I'll sit finally, I'm not going to do anything. നമ്മൾക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല നമ്മൾ രക്ഷിക്കപ്പെട്ടു, എനിക്ക് സമാധാനമായിട്ട് ഇരിക്കുന്നു, ഞാൻ ഇനി ഇവിടെ ഒന്നും ചെയ്യാതെ ഇരിക്കാം എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. It is truly a battle. ഇതൊരു പോരാട്ടം തന്നെ ആകുന്നു. And so we need to be equipped. അതുകൊണ്ട് നമ്മൾ എപ്പോഴും സജ്ജമായിട്ടിരിക്കണം. Paul said, fight the good fight. പൗലോസ് പറഞ്ഞത് നല്ല പോർ പൊരുതുവിൻ എന്നുള്ളതാണ്. We're not flowing with the flow. We sometimes have to flow against the current. നമ്മൾ ഒഴുക്കിനോട് ചേർന്നായിരിക്കേണ്ട പോകുന്നത്. ചില സമയത്ത് നമ്മൾ ഒഴുക്കിനെതിരെ നീന്തേണ്ടി വരും. The world, everyone easily goes with the flow, but some of us will have to stand firm against that current. ഈ ലോകത്തിൽ എല്ലാവരും ഒഴുക്കിനൊപ്പം നീന്തുവാനാണ് ആഗ്രഹിക്കുന്നത്, പക്ഷെ നമ്മളിൽ ചിലർ അവിടെ നിന്ന് ഒഴുക്കിനെതിരെ നീങ്ങേണ്ടി വരും. So I gave you an idea of the kingdom of darkness. അപ്പോൾ ഞാൻ ഇരുട്ടിന്റെ രാജ്യത്തെക്കുറിച്ച് ഞാനൊരു ഐഡിയ തന്നു കഴിഞ്ഞു. But the good news is that Jesus has destroyed the works of the devil. പക്ഷേ നല്ല വാർത്ത എന്ന് പറഞ്ഞാൽ പിശാചിന്റെ തന്ത്രങ്ങളെയും പിശാചിന്റെ വേലയും കർത്താവ് എന്നേക്കുമായി പണിത് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. 1 John 3:8 says, "The one who practices sin is of the devil, for the devil has been sinning from the beginning. The Son of God appeared for this purpose, to destroy the works of the devil." 1 യോഹന്നാൻ 3:8 പറയുന്നു, പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ, പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. We are in a position of victory. നമ്മൾ ഇപ്പോൾ ജയിച്ച ഒരു അവസ്ഥയിലാകുന്നു. Does that make you happy? Why is everyone saying yes? We are in a position of victory. നമ്മൾ ജയിച്ച ഒരു അവസ്ഥ. Come on, let's just say a hallelujah to that. We are in a position of victory. നമ്മൾ ജയിച്ച ഒരു അവസ്ഥ. We are in a position of victory in this battle. ഈ ഒരു പോരാട്ടത്തിൽ നമ്മൾ ജയിച്ച അവസ്ഥയിലാകുന്നു. Colossians 2:13-15 says, "And when you were dead in your wrongdoings and the uncircumcision of your flesh, he made you alive together with him, having forgiven us all our wrongdoings." കൊലോസ്യൻസ് 2:13-15 വരെ, അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ അവനോടുകൂടെ ജീവിപ്പിച്ചു. He forgave us of everything. നമ്മളുടെ എല്ലാ പാപങ്ങളും അവൻ മായ്ച്ചു കളഞ്ഞു. Having cancelled the certificate of debt consisting of decrees against us, which was hostile to us, and he has taken it out of the way. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ചു, ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായ്ച്ച് ക്രൂശിൽ തറച്ചു. He has completely wiped out
everything that was against us. നമ്മൾക്കെതിരെയായിരുന്ന എല്ലാം ദൈവം യേശു പൂർണ്ണമായിട്ട് മായ്ച്ചു കളഞ്ഞു. So the word for that term is actually to wipe out and to whitewash or cover it with gold. So it's not only wiped out, it's totally covered, so you can't see anything of the past. ഈ പൂർണ്ണമായി മായ്ക്കുക എന്ന് പഴയ കാലത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു ചുമരിനെ മൊത്തം കഴുകി അതിനെ കുമ്മായമൊക്കെ പൂശി അതിന്റെ മേൽ സ്വർണം പൂശുക എന്ന അർത്ഥത്തിലാകുന്നു. So all that was against us, he nailed it on the cross. നമ്മൾക്കെതിരായിട്ടുള്ള എല്ലാ കുറ്റപത്രങ്ങളും കർത്താവ് ആ ക്രൂശിന്റെ മേൽ അത് ആണിയാൽ തറച്ചു. Let's just take a moment to think about that. നമുക്കൊരു നിമിഷം അത് ചിന്തിക്കാൻ എടുക്കാം. Just ഒന്ന് ചിന്തിച്ചാട്ടെ, കർത്താവിൻ്റെ ക്രൂശിൻ്റെ മുമ്പാകെ ആ പഴയ ജീവിതവും നമ്മുടെ പാപങ്ങളെല്ലാം കർത്താവ് ആ ക്രൂശിൻ്റെ മേൽ അടിച്ച് അതങ്ങ് മായ്ച്ച് കളഞ്ഞു. ഒരു വലിയ ലിസ്റ്റ് ഉണ്ടായിരുന്നു കാണും. ഒത്തിരി പേര് ഗിൽറ്റിയാണ്. ആ പഴയ കാര്യങ്ങളൊക്കെ പിന്നെയും വരുന്നു. ഞാൻ ശരിയല്ലായിരുന്നു, ഞാൻ ഇങ്ങനെ പോയി, ഞാൻ അങ്ങനെ പോയി. പക്ഷെ കർത്താവ് പറയുന്നു, ഞാനത് മായ്ച്ച് കളഞ്ഞു. ഐ ഹാവ് വൈപ്ഡ് ഇറ്റ് ഔട്ട് കംപ്ലീറ്റ്ലി. ഞാൻ പൂർണ്ണമായിട്ടും അത് മായ്ച്ചു കളഞ്ഞു എന്നാണ് കർത്താവ് പറയുന്നത്. I just sense there are maybe some people who are dealing with guilt. ഞാനിവിടെ സെൻസ് ചെയ്യുന്നു ചിലർ പഴയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് പശ്ചാത്താപത്തിലിരിക്കുന്നു. Even probably online. ചിലപ്പോൾ ഓൺലൈനിലുള്ളവരായിരിക്കാം. Even if it is a sin of immorality or whatever it is against your body right now, ask the Lord forgiveness and he will wipe it out. അത് നിങ്ങൾ ശരീരം കൊണ്ട് ചെയ്ത പാപമായിരിക്കാം, എന്ത് കഠിനമായ പാപമാണെങ്കിലും നിങ്ങൾ കർത്താവിനോട് ചോദിച്ചാട്ടെ, അവൻ അത് പൂർണ്ണമായിട്ടും മായ്ച്ചു കളയും. All of us have fallen short. നമ്മളിൽ എല്ലാവരും പാപം ചെയ്തവരാകുന്നു. None of us can stand before the Lord without his blood. കർത്താവായ ദൈവത്തിന്റെ മുമ്പിൽ നമുക്ക് ആർക്കും നിൽക്കാൻ യോഗ്യരുള്ളവരല്ല. So right now, Lord, I just pray against any guilt. ഇപ്പോൾ കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നു, എന്തെങ്കിലും പഴയ പാപത്തിനെ കുറിച്ചുള്ള കുറ്റബോധങ്ങൾ just remove that and let them know that they can walk into a beautiful future. അത് മനസ്സിൽ നിന്ന് മായ്ച്ചു കളഞ്ഞ് അവരത് മനസ്സിലാക്കട്ടെ, പുതിയൊരു നല്ല ഭാവിയിലേക്ക് അവർക്ക് നടക്കാൻ. Even those watching online right now, if there's any of you who is struggling with the past, I pray today you will just know that God doesn't remember it anymore. ഓൺലൈനിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നവരാരെങ്കിലും പഴയ കാലം നിങ്ങൾ ചെയ്ത പാപത്തിൻ്റെ കുറ്റബോധത്തിൽ നിങ്ങൾ വീർപ്പിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞാട്ടെ, കർത്താവിന് നിങ്ങളെ ആ പാപത്തെ മായ്ച്ചു കളഞ്ഞ് പുതിയൊരു ഭാവി നിങ്ങൾക്ക് വേണ്ടി തരാൻ കഴിയും. Amen. So he has wiped it out completely. അപ്പോൾ യേശു അത് പൂർണ്ണമായിട്ടും മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. And taken it away. അത് പൂർണ്ണമായിട്ടും മാറ്റി and nailed it on the cross. അത് ക്രൂശിൽ തറച്ചു കളഞ്ഞു. Don't go back and take it from the cross. ഇനി അത് തിരിച്ചു പോയി അതിനെ നിങ്ങൾ തിരിച്ചെടുക്കാൻ ശ്രമിക്കരുത്. And when he did that, he had disarmed the rulers and authorities. He made a public display of them, having triumphed over them through him. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. Even in the old days, after a victory, the winning ruler would walk. There would be a procession where all the enemies were tied up and followed that procession, and they would probably go sheepishly as the country that had won would rejoice. അപ്പോൾ പഴയ കാലങ്ങളിൽ പോലും യുദ്ധം ജയിച്ചു കഴിഞ്ഞ ഈ ഒരു രാജ്യത്ത് അവിടെ ഒരു വലിയൊരു ജാഥ ഉണ്ടാകും. അപ്പോൾ കീഴടങ്ങിയ ഈ തോൽക്കപ്പെട്ട ഈ ഒരു രാജ്യത്തിൻ്റെ പ്രജകളും രാജാവും ഒക്കെ ഇങ്ങനെ കുനിഞ്ഞു പോകുന്നത് പതിവായിരുന്നു. So he's disarmed means weapons ഇല്ല. അപ്പോൾ ഇവിടെ സാത്താൻ്റെ ആയുധം താഴെ വെപ്പിച്ചു. There was no weapons. The enemy doesn't have weapons against us. ഇപ്പോൾ ശത്രുവിൻ്റെ ആയുധം നമ്മൾക്കെതിരെ ഇല്ല എന്നുള്ളതാകുന്നു. The only ability the enemy has is to deceive us. ഒരേ ഒരു കാര്യമേ ശത്രുവിന് ഇപ്പോൾ പറ്റുകയുള്ളൂ, അത് നമ്മളെ വഞ്ചിക്കുക എന്നുള്ളതാകുന്നു. He is like a roaring lion. He is not a lion. അവൻ ഗർജിക്കുന്ന സിംഹം പോലെയാകുന്നു, അവൻ ഒരു ഗർജിക്കുന്ന സിംഹമല്ല. He will cheat you and deceive you, but he cannot do anything to you.
അവന് നമ്മളെ വഞ്ചിക്കാനും കബളിപ്പിക്കാനും പറ്റും, അല്ലാതെ അവനൊന്നും നമ്മൾക്ക് മേൽ ചെയ്യാൻ കഴിയുകയില്ല. So we are victorious. അപ്പോൾ നമ്മൾ ജയാളികളാകും. So that is the good news. I told you the whole story of the kingdom of darkness, but the fact is that we are victorious because of what Jesus did. അതാകുന്നു ഇവിടുത്തെ നല്ല വർത്തമാനം. ഞാൻ ഇത്രയും നേരം ഇത് പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ യേശുവിലൂടെ ജയാളികൾ ആയിരിക്കുന്നു എന്ന് പറയാനാവുന്നു. There was George Eldon, a theologian, said, "The kingdom is already here, but it has not yet come to its fullness." ജോർജ് എൽഡൻ ലാറ്റ് എന്ന് പറയുന്ന തിയോളജിയൻ പറയുന്നു, രാജ്യം ഇപ്പോഴേ ഇവിടെ ഉണ്ട്, പക്ഷെ അതിന്റെ പൂർണ്ണതയിൽ അത് ഇനിയും എത്തിയിട്ടില്ല. The decisive battle is already won, but final victory is yet to come. ആ നിർണായകമായ യുദ്ധം ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു, എന്നാലും ആ ജയത്തിന്റെ പൂർണ്ണതയിൽ എത്തിയിട്ടില്ല. The kingdom already has invaded this present evil age, but every knee has not yet bowed to the Lord Jesus. ദൈവരാജ്യം ഇപ്പോഴത്തെ ദുഷ്ടലോകത്തെ കീഴടക്കി കഴിഞ്ഞിരിക്കുന്നു, എങ്കിലും എല്ലാ മുഴങ്കാലും ഇനിയും യേശുക്രിസ്തുവിനെ വണങ്ങിയിട്ടില്ല. So we are victorious in the battle. അപ്പോൾ നമ്മൾ ഈ പോരാട്ടത്തിൽ ജയാളികളായി കഴിഞ്ഞിരിക്കുന്നു. But we need to stand firm here. പക്ഷെ നമ്മൾ ഇവിടെ ഇപ്പോൾ ഉറപ്പോടെ നിൽക്കേണ്ടതാകുന്നു. This is going to be a battle for probably 70 to 80 years. But just imagine eternity. ഇത് ചിലപ്പോൾ 70 തൊട്ട് 80 വർഷങ്ങൾ വരെ നീണ്ടു നിൽക്കാവുന്ന ഒരു പോരാട്ടമായിരിക്കാം. പക്ഷെ നിത്യതയെക്കുറിച്ച് ഓർക്കുക. So now I come to my main message. ഇപ്പോഴാണ് ഞാൻ എൻ്റെ യഥാർത്ഥ ദൂതിലേക്ക് കടന്നിരിക്കുന്നത്. Understand how to stand in the battle. നമ്മൾ ഈ പോരാട്ടത്തിൽ എങ്ങനെ ഉറപ്പോടെ നിൽക്കാം എന്നുള്ളത്. How will we stand? നമ്മൾ എങ്ങനെ നിൽക്കും? Ephesians 6 verse 10 and 11 says, "Finally, be strong in the Lord and the strength of his might. Put on the full armor of God so that you will be able to stand firm against the schemes of the devil." എഫേസ്യർ 6:10-11 ഇങ്ങനെ വായിക്കുന്നു, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. So first of all, you need to understand the schemes of the devil. അപ്പോൾ ഒന്നാമതായി നമ്മൾ പിശാചിന്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കണം. So I'll just note a few things. ഞാൻ ചില കാര്യങ്ങൾ ഇവിടെ എഴുതിയിരിക്കുന്നു. He has come to steal, kill and destroy. അവൻ വന്നു കഴിഞ്ഞിരിക്കുന്നത് മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമായിരിക്കുന്നു. He has just come to just deprive us of the joy of the Lord. കർത്താവിൽ നമുക്കുള്ള ആനന്ദത്തെ മോഷ്ടിക്കുവാനായിട്ടായിരിക്കുന്നു സാത്താൻ വന്നിരിക്കുന്നത്. So in the morning when you're not happy, just say, "No, I am deciding to be joyful because I don't want the enemy to steal me of my joy." അപ്പോൾ രാവിലെ നിങ്ങൾക്ക് സങ്കടമാകുന്നുവെങ്കിൽ നിങ്ങൾ തന്നെ ഒരു തീരുമാനം എടുത്തേക്കുക, ഞാൻ കർത്താവിൽ ആനന്ദിക്കും, സാത്താന്റെ തന്ത്രങ്ങളെ ഞാൻ എതിർക്കുന്നു എന്നുള്ളത്. He wants you to be unhappy about what you have and what you don't have. സാത്താന്റെ ആഗ്രഹം നിങ്ങൾക്കുള്ളതിനെ കുറിച്ചും ഇല്ലാത്തതിനെ കുറിച്ചും നിങ്ങൾ My വിഷമിക്കുക. neighbor has this. എൻ്റെ അയൽപ്പക്കാരന് ഇതുണ്ട്. You should say, "No, I'm not going to listen to all that. I'm going to be filled with the joy of the Lord." നമ്മൾ തീരുമാനമെടുക്കണം, ഞാൻ അങ്ങനെയുള്ള ഒരു കളവിനെയും വിശ്വസിക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്നുള്ളത്. Secondly, he accuses the brethren before God day and night. രണ്ടാമതായിട്ട് അവൻ സഹോദരന്മാരെ രാപ്പകൽ കുറ്റം ചുമത്തിക്കൊണ്ടിരിക്കുന്നു. Just think a tape recorder in the heavenly saying that Kavita did this, that continues. That's what his job is. അപ്പോൾ അവിടെ സ്വർഗത്തിൽ അവൻ നിരന്തരമായിട്ടും ഇന്നാരിത് ചെയ്തു എന്നുള്ള കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. But you know that at that time Jesus is interceding for us. നിങ്ങൾക്കറിയാമോ, ആ സമയത്ത് നമ്മളെ കുറ്റം ചുമത്തിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് കർത്താവ് നമ്മൾക്ക് വേണ്ടി മധ്യസ്ഥത. And what is Jesus' intercession? കർത്താവ് എന്താണ് നമ്മൾക്ക് വേണ്ടി മധ്യസ്ഥത എങ്ങനെയാണ് ചെയ്യുന്നത്? He'll say, "Kavita is my daughter. I've cleansed her by my blood. You just keep quiet." കർത്താവ് പറയുന്നത്, കവിത എൻ്റെ മകളാണ്, ഞാൻ അവളെ അവളുടെ പാപത്തിൽ നിന്നെല്ലാം ശുദ്ധീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത്. So that's verse Revelation 12:11 says, yes, he will continue to accuse you, but we have to stand. How do we stand? And they overcame him because of the blood of the Lamb and because of the word of their testimony, and they did not love their life even when faced with death. വെളിപ്പാട് 12:11 എങ്ങനെ അവർ ഈ കുറ്റം ചുമത്തുന്നതിൻ്റെ നടുവിൽ നിന്നു എന്ന് വായിക്കുന്നു. അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു, മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. So even though he is accusing us, remember the blood of Jesus covers us, and he cannot say anything unnecessary against us if we walk in obedience. നമ്മളെ അവൻ നിരന്തരമായി കുറ്റം ചുമത്തിക്കൊണ്ടിരുന്നാലും നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ കർത്താവിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ നടക്കുന്നതെങ്കിൽ, കർത്താവിൻ്റെ രക്തത്തിൽ നമ്മൾ ചുറ്റപ്പെട്ടിരിക്കുകയാണെങ്കിൽ ഒരിക്കലും അവന് നമ്മളെ തൊടുവാൻ സാധിക്കുകയില്ല എന്നുള്ളത്.
So the blood of the lamb and the word of a testimony. അപ്പോൾ യേശുവിൻ്റെ രക്തവും നമ്മുടെ സാക്ഷ്യ വചനം ഹേതുവായിട്ടും. What are you speaking? നമ്മൾ എന്താണ് സംസാരിക്കുന്നത്? Are you speaking life? Are you speaking truth? Or are you gossiping? നമ്മൾ സത്യവും ജീവനുമുള്ള കാര്യങ്ങളാണോ സംസാരിക്കുന്നത്, അതോ നമ്മൾ ഗോസിപ്പ് ചെയ്തുകൊണ്ട്, or negative things? അല്ലെങ്കിൽ സത്യമല്ലാത്ത കാര്യങ്ങളാണോ Do സംസാരിക്കുന്നത്? you believe truly that you are victorious? നമ്മൾ ശരിക്കും വിശ്വസിക്കുന്നുണ്ടോ നമ്മൾ ജയാളികളാണ് എന്നുള്ളത്? We need to change our mindset from failure to victory. നമ്മുടെ ചിന്താഗതി തോൽവിയിൽ നിന്ന് നമ്മൾ ജയത്തിലേക്ക് നമ്മുടെ ചിന്തയെ മാറ്റേണ്ടതുണ്ട്. And the third thing they had is they did not love their life even when faced with death. മൂന്നാമത്തെ കാര്യം, മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ അവർ സ്നേഹിച്ചില്ല എന്നുള്ളതാണ്. Wow. That means total surrender. അത് പൂർണ്ണമായിട്ട് ഒരു കീഴടങ്ങലാകുന്നു. This year our theme as a church is total surrender. ദൈവസഭയായിട്ട് നമ്മൾക്ക് ഈ വർഷം കിട്ടിയിരിക്കുന്ന ദൂത് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടുള്ള ഒരു കീഴടങ്ങലാകുന്നു. If we want to win in this battle, we need to surrender. നമ്മൾ പൂർണ്ണമായിട്ടും ഈ ഒരു പോരാട്ടത്തിൽ ജയിക്കണമെങ്കിൽ നമ്മൾ പൂർണ്ണമായിട്ടും നമ്മളെ തന്നെ സമർപ്പിക്കണം. And even as we've come to the end of this year, I just want to ask you all, if you haven't surrendered to the Lord totally, take this time to just surrender. ഈ വർഷം അവസാനിക്കാറായിരിക്കുന്നു. നമ്മൾ നമ്മളെ തന്നെ ശോധന ചെയ്തിട്ട് നമ്മൾ പൂർണ്ണമായിട്ടും കർത്താവിൽ മുന്നിൽ സമർപ്പിച്ചിട്ടില്ല എങ്കിൽ കുറച്ച് സമയമെടുത്ത് അത് ചെയ്താട്ടെ. Let's just take a moment to pray. നമുക്ക് കുറച്ച് സമയം പ്രാർത്ഥിക്കാൻ വേണ്ടി എടുക്കാം. ഓ ലോർഡ്, കർത്താവേ, ഈ ഒരു വർഷം തീരാറായി. ചിലപ്പം ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം ആ കംപ്ലീറ്റ് സറണ്ടറിലായിരിക്കത്തില്ല. കർത്താവേ, ഇന്ന് ഞാൻ പറയുന്ന വാക്കുകൾ, ഞാൻ പോകുന്ന സ്ഥലങ്ങൾ ദൈവഹിതമനുസരിച്ചായിരിക്കട്ടെ. Come on, tell the Lord. നിങ്ങൾ തന്നെ പറഞ്ഞാട്ടെ. യൂസ് ദിസ് ടൈം, ഈ ഒരു സമയം ഉപയോഗിച്ച് കർത്താവിനോട് പറയുക. Hallelujah, Lord. Without surrender we will be hit. നമ്മൾ ആ സമർപ്പണം ഇല്ലെങ്കിൽ ശത്രു നമ്മൾ ഇങ്ങോട്ട് തട്ടും അങ്ങോട്ട് തട്ടും. എന്നിട്ട് നമ്മൾ പറയും, എങ്ങനെ നിൽക്കാൻ പറ്റുന്നില്ല. എനിക്കറിയില്ല ഈ വർഷം എങ്ങനെയായിരുന്നു നിങ്ങൾക്ക്, എനിക്കറിയില്ല. പക്ഷെ കർത്താവിനറിയാം. കർത്താവിനോട് പറഞ്ഞാട്ടെ, ഞാൻ വീണു കർത്താവേ, ഒരു കതറ, ഞാൻ വീണു. പക്ഷെ ഞാനിപ്പം സമർപ്പിക്കുന്നു. ഈ വർഷം കഴിഞ്ഞില്ല, ഈ ഒരു മാസമാണെങ്കിലും തുടങ്ങിക്കോ. ആ ഒരു പൂർണ്ണ സമർപ്പണത്തോടെ അങ്ങ് നമുക്ക് അടുത്ത വർഷത്തിലേക്ക് എൻ്റർ ചെയ്യാം. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ശുഭരി ഖദീരബറ. നമ്മൾ യുദ്ധത്തിൻ്റെ മധ്യയാണ്. We are in a battle. നമ്മൾ യുദ്ധത്തിൻ്റെ മധ്യയാണ്. ആൻഡ് ഈ വർഷം പല കാര്യങ്ങൾ ശരിയായിട്ട് നടന്നില്ല. പക്ഷേ കർത്താവേ, ചില കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണം. കർത്താവേ, എനിക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കി തരണം. ഹല്ലേലൂയ. ഓപ്പൺ എൻ്റെ കണ്ണുകൾ തുറക്കണമേ. ഇതിൽ കളി എങ്ങനെ ആരാ ചെയ്തതെന്ന് ഞാൻ മനസ്സിലാവട്ടെ. ഹല്ലേലൂയ. ശത്രുവാണ് ചെയ്തത്, അല്ലാതെ എൻ്റെ കുടുംബത്തിലുള്ളവരല്ല എൻ്റെ എതിരെ നിന്നത്. എൻ്റെ ബിസിനസ് പാർട്ട്ണർ അല്ല എൻ്റെ എതിരെ നിന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അടുത്ത വർഷം ഞാൻ യുദ്ധത്തിൽ നിൽക്കുമ്പം ദൈവഹിതമനുസരിച്ച് യുദ്ധത്തിൽ നിൽക്കട്ടെ. ഹല്ലേലൂയ. ദൈവഹിതമനുസരിച്ച് യേശുവിൻ്റെ രക്തം കൊണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആൻഡ് ബൈ ദ വേർഡ് ഓഫ് മൈ ടെസ്റ്റിമണി. ഹല്ലേലൂയ. ഞാൻ ഭയപ്പെടത്തില്ല എൻ്റെ ജീവൻ പോയാലും. കാരണം ഞാൻ എൻ്റെ ജീവൻ കർത്താവിന് തന്നിരിക്കുന്നു. ഒരു നമ്മൾ ഈ യുദ്ധത്തിൽ നിൽക്കുമ്പം നമുക്ക് ആ യുദ്ധങ്ങൾ വേണം, ആ യുദ്ധങ്ങൾ ധരിക്കണം. ഹല്ലേലൂയ. ഓ യെസ്, ദ ട്രൂത്ത്, ദ ബെൽറ്റ് ഓഫ് ട്രൂത്ത്, സത്യത്തിൻ്റെ ഹല്ലേലൂയ കവാടം. ഹല്ലേലൂയ. ആൻഡ് ദ ബ്രസ്റ്റ് പ്ലേറ്റ് ഓഫ് റൈച്ചസ്നെസ്. ഹല്ലേലൂയ. ആ ബ്രസ്റ്റ് പ്ലേറ്റ് ഓഫ് റൈച്ചസ്നെസ് ഒന്ന് ധരിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദി ഹെൽമെറ്റ് ഓഫ് സാൽവേഷൻ. രക്ഷയുടെ ആ ഹെൽമെറ്റ്. ഹല്ലേലൂയ. ഇപ്പം ധരിച്ചാട്ടെ. ദി എനിമി ഈസ് ട്രൈങ് ടു അറ്റാക്ക് സം മൈൻഡ്സ്. ചിലരുടെ മനസ്സാണ് ശത്രു അറ്റാക്ക് ചെയ്യുന്നത് ഇപ്പം തന്നെ. ഹല്ലേലൂയ. ഞാൻ ജസ്റ്റ് വെയർ ദി ഹെൽമെറ്റ് ഓഫ് ഹോപ്പ്.
പ്രത്യാശയുടെ ആ ഹെൽമെറ്റ് ഒന്ന് ഇട്ടാട്ടെ. പ്രത്യാശയുടെ ഈ വർഷം ചിലപ്പം ആ ഒരു ഏരിയയിലായിരിക്കും എനിമി ശത്രു പ്രവർത്തിച്ചത്. ഹല്ലേലൂയ. ഇപ്പോൾ ആ ഒരു ഹെൽമെറ്റ് ഒന്ന് ധരിച്ചാട്ടെ. ഹല്ലേലൂയ. ആൻഡ് ദ ഷീൽഡ് ഓഫ് ഫെയ്ത്ത്, ഓ വിശ്വാസത്തിൻ്റെ ആ ഷീൽഡ് ഒന്ന് പിടിച്ചാട്ടെ. അതൊരു ചെറിയ ഷീൽഡ് അല്ല, അതൊരു വലിയ ഷീൽഡാണ്, വലിയ ഷീൽഡാണ്. ഹല്ലേലൂയ. ഞാൻ കാണുന്നു നിങ്ങളുടെ എതിരെയുള്ള ആ ഒരു ആരോസ് വരുമ്പം യു ആർ ജസ്റ്റ് ഹോൾഡിങ്, നിങ്ങളത് പിടിക്കുന്നു. അപ്പം ജസ്റ്റ് ഫോളിങ് ഡൗൺ. ഭയമുണ്ട്, ഭയത്തോടെ പിടിച്ചാലും സാരമില്ല. പക്ഷേ നമ്മൾ വിജയാളികളാണ്. ആ ഒരു ഷീൽഡ് ഒന്ന് പിടിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിടിച്ചാട്ടെ. ഹല്ലേലൂയ. റൈറ്റ് നൗ ഐ ബിലീവ് ഇപ്പൊ തന്നെ ഒരു സ്ട്രെങ്തനിങ് നടക്കുക ഇവിടെ. ഹല്ലേലൂയ. ശുഭരി ഖദീര and use the sword of the spirit. ദൈവവചനം ഒരു ആയുധമായിട്ട് വാളായിട്ട് ഉപയോഗിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവവചനത്തിൻ്റെ ആ ആയുധം. ഹല്ലേലൂയ. ഞാൻ ചിലപ്പോൾ വിചാരിക്കും എങ്ങനെ നിൽക്കും, എങ്ങനെ പറ്റും, എനിക്ക് പറ്റുന്നില്ല. അപ്പോഴായിരിക്കും ദൈവവചനം ഒരു വേഴ്സ് ഞാൻ പറയുമ്പോഴത്തേക്കും എല്ലാം ശാന്തമാകുന്നു. ഹല്ലേലൂയ. നമുക്ക് ആ അധികാരം ഉണ്ട്, നമുക്ക് ആ അധികാരം ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ശാസിക്കാനുള്ള അധികാരം ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Right now I just pray, Lord, hallelujah, ഇവിടെ ഉള്ളവർ ആ അധികാരത്തിൽ എഴുന്നേക്കാൻ. ഹല്ലേലൂയ. ഇന്ന് പറഞ്ഞ പോലെ ചില താക്കോലുകൾ നിങ്ങളുടെ കയ്യിൽ കർത്താവ് തരുന്നു, ചില താക്കോലുകൾ കർത്താവ് നിങ്ങളുടെ കയ്യിൽ തരുന്നു. ഹല്ലേലൂയ. ഓപ്പൺ യുവർ ഹാൻഡ്സ് ബൈ ഫെയ്ത്ത്. അത് സ്വീകരിച്ചാട്ടെ. നിങ്ങളുടെ കൈ തുറന്ന് അത് സ്വീകരിച്ചാട്ടെ. ഹല്ലേലൂയ. ചില താക്കോലുകൾ നിങ്ങൾ ഈ വെളിപ്പാട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ പണ്ടത്തെ ആളുകളല്ല. നിങ്ങൾ ഇറങ്ങുമ്പം യുദ്ധത്തിന് റെഡിയായിട്ട് ട്രെയിനിങ് കഴിഞ്ഞിട്ടുള്ളവരായിട്ട് തന്നെയാണ് ഇറങ്ങാൻ പോകുന്നത്. അടുത്ത വർഷം ഞങ്ങൾ വിട്ടുകൊടുക്കുന്നില്ല, ഞങ്ങൾ വിട്ടുകൊടുക്കത്തില്ല. ഹല്ലേലൂയ. ഞങ്ങൾ ജയാളികളായിട്ട് തന്നെ നടക്കും. ഹല്ലേലൂയ. കാരണം ഈ രാജ്യത്തിൻ്റെ താക്കോലുകൾ നമ്മുടെ കയ്യിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ. ഞാനിത് കാണുന്നു. നിങ്ങൾ ഓരോരുത്തർ പ്രാർത്ഥിക്കുമ്പം അവിടെ വിടുതൽ സംഭവിക്കാൻ പോവാ. രോഗികൾ സൗഖ്യമാക്കും, ആകും. കർത്താവ് അവരെ സൗഖ്യമാക്കും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പം. ഹല്ലേലൂയ. പുതിയൊരു ലെവലിൽ കർത്താവ് നിങ്ങളെ ഓരോരുത്തരെ ഉപയോഗിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ആരും ബൈ ചാൻസ് അല്ല വന്നത്. ഈ വചനം കേൾക്കാൻ തന്നെയാണ് കർത്താവ് ഞങ്ങളെ കൊണ്ടുവന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ ഭയപ്പെടത്തില്ല. We will not be fearful. We will be bold. കാരണം കർത്താവ് ആ ക്രൂശിൽ ജയിച്ചു. ശത്രുവിനെ വെപ്പൻസ് ഇല്ലാതാക്കി. He disarmed them. We are victorious. നമ്മൾ ഭയപ്പെടത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശബരി ഖദീര ഞങ്ങൾ we are going to advance the kingdom. നമ്മൾ ഈ ദൈവരാജ്യത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. We are going to advance the kingdom. നമ്മൾ ദൈവരാജ്യത്തിൽ യാത്രയിൽ മുന്നേറാൻ പോവുകയാണ്. Matthew 11:12 says, and from the days of John the Baptist until now the kingdom of heaven has been treated violently and violent men take it by force. മത്തായിയുടെ സുവിശേഷം 11:12 വായിക്കുന്നു, യോഹന്നാൻ സ്നാപകന്റെ നാളുകൾ മുതൽ ഇന്നേ വരെ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു, ബലാത്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു. How many violent people do we have here? ഇവിടെ എത്ര ബലാത്കാരികളുണ്ട്? Come on. How many violent people do we have here? ഇവിടെ എത്ര പേർ ബലമായിട്ട് കാര്യങ്ങൾ പിടിച്ചെടുക്കുവാൻ? How many of you will just take things into your hand and advance the kingdom? നിങ്ങളിൽ എത്ര പേർ നിങ്ങളുടെ കയ്യിൽ കാര്യങ്ങൾ എടുത്തിട്ട് നിങ്ങൾ ഈ ദൈവരാജ്യത്തിൽ മുന്നേറാൻ തയ്യാറായിട്ടിരിക്കുന്നു? We will. ഞങ്ങൾ സഭയായിട്ട് കർത്താവൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സഭയായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഹല്ലേലൂയ. We will advance the kingdom. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ബലാത്കാരികളാണ്. ഹല്ലേലൂയ. ഈ ദൈവരാജ്യത്തിൻ്റെ കാര്യത്തിൽ
കാര്യത്തിലാണ് നമ്മൾ വേറൊരു കാര്യത്തിലല്ല, ദൈവരാജ്യത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ബലാൽക്കാരികളാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. I release that over the church. I release that over the church. I release that over the church. നിങ്ങളുടെ പ്രായം ഒരു വിഷയമല്ല. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രായം ഒരു വിഷയമല്ല. ഹല്ലേലൂയ. ഇന്ന് ഒരു ഷിഫ്റ്റ്. ഹല്ലേലൂയ. കർത്താവ്, നമ്മൾ ഇനി ഈ യുദ്ധത്തിൽ അൺപ്രിപ്പയർഡോ ആർമേഡ് ആയിട്ട് നിൽക്കത്തില്ല. വി ആർ ഗോയിങ് ടു ബി സ്റ്റാൻഡിങ് സ്ട്രോങ്, പ്രിപ്പയർഡ്. ആ ആയുധങ്ങൾ ഞങ്ങളുടെ കയ്യിൽ പിടിച്ചോണ്ട് തന്നെ നമ്മൾ നിൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആൻഡ് അങ്ങനെ ഒരു സഭയുടെ മുമ്പിൽ the gates of hell will not prevail. In front of such a church, ecclesia, the gates of hell will not prevail. Hallelujah. കർത്താവേ, ഹല്ലേലൂയ. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും വീട്ടിലുള്ളവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പുതിയ ഒരു വെളിപ്പാട് ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. ചിലപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, പക്ഷേ അത് ഉറപ്പിച്ച് തന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ, ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കാൻ ഉള്ള കൃപ ഞങ്ങൾക്ക് തരണം. ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കാൻ ഉള്ള ഒരു ബോൾഡ്നെസ്, ഒരു ധൈര്യം ഞങ്ങൾക്ക് തരണം. ഞങ്ങൾ ചവിട്ടുന്ന സ്ഥലത്ത് വ്യത്യാസം വരും. ഞാൻ പറയട്ടെ, കഴിഞ്ഞ ആഴ്ച ഞാനൊരു ICUവിൽ പോയി. ഇറ്റ് വാസ് ജസ്റ്റ് ഒരു കസിൻ്റെ റിലേറ്റീവ് ആയിരുന്നു, ഭയങ്കര സിക്ക. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനങ്ങ് പോട്ടെ. ആൻഡ് ഹി വാസ് ബ്രോട്ട് ഓൾമോസ്റ്റ് ഡെഡ്. പക്ഷെ ഞാൻ ജസ്റ്റ് ഓടിച്ചെന്നു. none of them are in the faith. ഞാനങ്ങ് പ്രാർത്ഥിച്ചു. I just thought, കർത്താവ് എന്നെ എന്തിനായിരിക്കും കൊണ്ടുവന്നു, ബട്ട് ഐ ഹാവ് ടു പ്രേ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. അവർ ഭയങ്കര ഹാപ്പിയായിരുന്നു ഞാൻ ചെന്നത്. ഒരുമിച്ച് പ്രാർത്ഥിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഹീ ഈസ് ബെറ്റർ. ഹീസ് ഒരു ദൈവം ആ ഒരു സിറ്റുവേഷനിൽ, ഭയങ്കര ഒരു ബാഡ് സിറ്റുവേഷനിൽ, ഹാർട്ട് അറ്റാക്ക് സിവിയർ. ഹി ഹാഡ് നേരത്തെ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ ഒരു യങ് മാൻ, 40 years. അത് ദൈവം അവിടെ പ്രവർത്തിച്ചു. എനിക്കറിയാം, നമ്മൾ ഓരോരുത്തരും, എനിക്ക് നിങ്ങൾ പോകുന്ന സ്ഥലത്ത് പോകാൻ പറ്റില്ല, നിങ്ങളുടെ കുടുംബങ്ങളിൽ പറ്റത്തില്ല. ഇത് എൻ്റെ ഒരു കസിൻ്റെ ഒരു റിലേറ്റീവാണ്. അപ്പം ഞാൻ സ്റ്റെപ്പ് ചെയ്തു, പ്രാർത്ഥിച്ചു. അത്രയേ ഉള്ളൂ. അങ്ങനെയാണ് ഈ ദൈവരാജ്യം മുമ്പോട്ട് പോകുന്നത്. ഹല്ലേലൂയ. സോ ഞാൻ പ്രാർത്ഥിക്കും നിങ്ങൾ ഓരോരുത്തർക്കും ആ ഒരു ചിന്ത. ഞാൻ ഒരു സ്ഥലത്ത് പോകുന്നെങ്കിൽ അത് വെറുതെ അല്ല, ഒരു കടയിൽ പോകുന്നെങ്കിൽ അത് വെറുതെ അല്ല. ഞാൻ ചവിട്ടുന്ന ഓരോ ഇടം കർത്താവിനുള്ളതാ. ഹല്ലേലൂയ. അവിടെ ദൈവവചനം കേൾക്കാൻ ആൾക്കാർ ചെവി തുറക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ആഴ്ച, വരുന്ന ആഴ്ചകൾ നിങ്ങളത് കാണും. ഹല്ലേലൂയ. ഈ ക്രിസ്മസ് സീസൺ കർത്താവേ വ്യത്യസ്ത ഒരു സീസൺ ആയിരിക്കട്ടെ. അത് നമുക്ക് ജസ്റ്റ് ഒരു ഫാമിലിയുടെ സെലിബ്രേഷൻ മാത്രമല്ല, നിങ്ങൾ ദൈവരാജ്യം അഡ്വാൻസ് ചെയ്യുന്ന ഒരു വർഷമായിരിക്കട്ടെ. ഹല്ലേലൂയ. സ്തുതിക്കുന്നു കർത്താവേ. ഐ പ്രേസ് യു ലോർഡ്. നന്ദി. ഈ സമയത്തിനായി സ്തുതിക്കുന്നു. നീ ഞങ്ങൾ ഓരോരുത്തരോട് സംസാരിച്ചതിനായി സ്തോത്രം. ഞങ്ങൾ കാണുന്നു നിങ്ങൾ ഓരോരുത്തരും അങ്ങ് ആംഡ് ആവുന്നു. നിങ്ങൾ ഓരോരുത്തരും അങ്ങ് ബാറ്റിൽ റെഡി ആകുന്നു. ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കുന്നില്ല അപ്പുറം ദൈവം വലിയ പ്രവർത്തികൾ നമ്മൾ കൂടെ ചെയ്യാൻ പോകുന്നു. കാരണം നമ്മൾ മനസ്സിലാക്കി ശത്രുവിൻ്റെ ഈ പ്ലാൻസ്, ആൻഡ് വി ആർ നോട്ട് ഗോയിങ് ടു ബി ഡിസ്കറേജ്ഡ്. ഹല്ലേലൂയ. സ്തുതിക്കുന്നു കർത്താവേ. ഐ ബിലീവ് ഗ്രേറ്റർ ഡേയ്സ് അഹെഡ്. വരുന്ന ദിവസങ്ങൾ ഹല്ലേലൂയ വിൽ ബി ഗ്രേറ്റർ. ഞാൻ പ്രാർത്ഥിക്കുന്നു ആ ഒരു ധൈര്യം ഞങ്ങളുടെ സഭയുടെ മേലിൽ ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, വി ആർ ഗ്ലോറി കാരിയേഴ്സ്. നിൻ്റെ മഹത്വം വഹിക്കുന്നവരാണ് ഇവിടെ ഉള്ളത്. നിൻ്റെ മഹത്വം ഞായറാഴ്ച മാത്രമല്ല, എവിടെ പോയാലും മഹത്വം ക്യാരി ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. ഹല്ലേലൂയ. ഓഹോ, നിങ്ങൾ ഓരോരുത്തർ പോയാൽ ഈ ഒരു ദ സിറ്റി വിൽ ബി ട്രാൻസ്ഫോംഡ്. ഈ സിറ്റിയിൽ ഒരു വ്യത്യാസം വരും, നമ്മുടെ ദേശത്തിലൊരു വ്യത്യാസം വരും ഉറപ്പായിട്ടും. ഹല്ലേലൂയ. ബിക്കോസ് വി ക്യാരി, നമ്മൾ ദൈവത്തിൻ്റെ മഹത്വം വഹിക്കുന്നവരായതുകൊണ്ട്. ഹല്ലേലൂയ. സെൻഡ് us Lord. ഞങ്ങൾ അയച്ചാട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഈ നിൻ്റെ രാജ്യത്തിൽ ഉറപ്പോടെ നിൽക്കും അവസാനം വരെ. കർത്താവ്, അതിനുള്ള കൃപ, അതിനുള്ള സ്ട്രെങ്ത് ഞങ്ങൾക്ക് തരണം. താങ്ക് യു ലോർഡ്. ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. മഹത്വം നിനക്ക്. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ.